അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുന്നു. മരണത്തിന് മുൻപ് നിതിൻ രാജ് തന്റെ സുഹൃത്തിന് അയച്ച മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ ദുരൂഹത കൂടുന്നത്. ആര് തളർത്തിയാലും ഞാൻ ഡോക്ടറായിട്ടേ ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങൂ എന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിതിൻ പറയുന്നത്. കൂടാതെ സംഭവത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഇന്ന് കുടുംബം ആരോപിച്ചു. കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ സമരവും തുടരുകയാണ്. ഇതിനിടെ നിതിന്റെ കുടുംബാംഗങ്ങളെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു. നിതിൻ രാജ് ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളെപ്പറ്റി ആരോഗ്യ സർവകലാശാലയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുറത്തുവന്ന നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശത്തിലെ വാക്കുകൾ മരണത്തിൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെക്കുകയാണോ? കാണാം RDX. ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നിതിൻ രാജ് നേരിട്ട കൊടിയ മാനസിക പീഡനത്തിന് തെളിവായി പുതിയ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ആരൊക്കെ തളർത്തിയാലും താൻ ഡോക്ടറായിട്ടേ കോളേജിൽ നിന്ന് പുറത്തിറങ്ങൂ, എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്യം നേടുമെന്നും സുഹൃത്തിനയച്ച സന്ദേശത്തിൽ നിതിൻ പറയുന്നുണ്ട്. ആ ശബ്ദ സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. നിതിൻ രാജ് ജീവനൊടുക്കിയതിൽ കേസ് അന്വേഷണത്തിൽ ആശങ്ക അറിയിച്ച് കുടുംബവും രംഗത്തെത്തി. ഡോക്ടർ റാമിനെയും സംഗീതയെയും കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നതിൽ ദുരൂഹതയെന്നും നിതിന്റെ സഹോദരി ഭർത്താവും പറഞ്ഞു. നിതിന്റെ മരണത്തിൽ പ്രിൻസിപ്പലിന്റെ ഇടപെടലിനെ കുറിച്ച് അടക്കം സംശയം നിലനിൽക്കുന്നതായി സഹോദരി നിഖിതയും ആരോപിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ ഇത്രയും ദിവസങ്ങളൊക്കെ കടന്നു പോയതിന് ശേഷം എനിക്കൊരു സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ അതോ ഇനി മാനേജിൻ്റെ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ. ഈ 2 പേർക്ക് രക്ഷപ്പെടാനുള്ള തരത്തിലുള്ള സംരക്ഷണം എന്തായാലും നൽകുന്നുണ്ട്. കാര്യം ഈ 2 പേരെയും കിട്ടാത്തതിലുള്ള ഒരു കാലതാമസം, അതെന്തുകൊണ്ട് പോലീസിന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്, ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു സംശയമായിട്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും റിപ്പോർട്ട് വന്നിട്ടില്ല? സംശയമുണ്ട്. പ്രിൻസിപ്പലിൻ്റെ ഉണ്ട്, ലതാ മാമിലും ഉണ്ട്. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയണം. അതിൻ്റെ അകത്ത് CCTV വിഷ്വൽസ് എന്തായിരുന്നു, അവിടെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണ്. അവന് നല്ല ടെൻഷൻ ഇല്ലാണ്ട് അവ അത് ചെയ്യൂല. ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടി എന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പോൾ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിൻ്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. അനുരു അശോകനാണ് വിശദാംശങ്ങളും വിശകലനവുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. അനുരു, 10-ാം തീയതിയാണ് ഈ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത്. ആ 10-ാം തീയതി ഇന്ന് 15-ാം തീയതിയായി 6-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വലിയ മതനിരപേക്ഷതയുടെയും ജാതി അധിഷ്ഠിതമല്ലാത്ത ഒരു സമൂഹം എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഊറ്റം കൊള്ളുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അതായത് നമ്മുടെ കേരള മനസാക്ഷിക്ക് മുന്നിൽ തന്നെ ഒരു വലിയ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ നിതിൻ വിടവാങ്ങിയിരിക്കുന്നത്. 6 ദിവസമായി നിലവിൽ. പക്ഷേ എന്നിട്ടും നമ്മൾ പലതരത്തിൽ പല കോണുകളിൽ നിന്നുള്ള വിശകലനങ്ങളൊക്കെ ഉണ്ടായി. അത് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. കുട്ടികളുടെ, അവിടുത്തെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ സഹപാഠികളുടെയും മറ്റ് സീനിയേഴ്സിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നിതിൻ അവിടെ വലിയ കൊടിയ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മളപ്പോൾ ഒരു സ്വയം പരിശോധനയ്ക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്ര മുന്നോട്ടെത്തി? ഒരു നവോത്ഥാന കേരളം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മൾക്ക് ആ രീതിയിൽ അതിനെ നിലവിൽ ആത്മാർത്ഥമായി നമുക്കതിൽ അഭിമാനിക്കാനാകുമോ? അതുമാത്രവുമല്ല, അതൊരു വിപ്ലവമായ ഒരു കാര്യം മാത്രമായിരുന്നു. അത്തരം ഒരു ജാതി കേരളം എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അത്തരം ആളുകൾ നമുക്ക് ഇടയിൽ ഇവിടെ ഉണ്ടല്ലോ. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തായിരിക്കുന്നു ആ കാര്യങ്ങൾ ഏറെയും. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജീവൻ നഷ്ടമാകുന്നത് ഇത് ഇന്നും ഇന്നലെയുമല്ല. കാരണം ഞാനിത് പറയാൻ കാരണം ഈ സ്വാശ്രയ കോളേജുകളിൽ, സ്വാശ്രയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്നത് മറ്റു കോളേജുകളിലും ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഇത്തരം സ്വാശ്രയ കോളേജുകളിൽ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത്, വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു തുടർക്കഥയാവുകയാണ് നിലവിൽ. അതിൽ ചില വർഷങ്ങളുടെ വിടവ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ കഥ ഒന്ന് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ നിതിൻ രാജിൻ്റെ മരണം എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിൻ്റെ ആദ്യത്തെ ഉദാഹരണമൊന്നുമല്ല. കേരള ജനതയെ സംബന്ധിച്ച് മുൻപും നേരത്തെ ജിഷ്ണു പ്രണോയ് അടക്കമുള്ള ആളുകൾ സ്വാശ്രയ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. അവരൊക്കെ
ഈ തരത്തിലാണ് ഇവിടെ ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വാശ്രയ കോളേജുകളിലടക്കം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം വിവിധ കാരണങ്ങൾ അതിൽ എടുത്തു പറയാൻ കഴിയും. നമ്മുടെ ജാതിപരമായിക്കോട്ടെ, വർഗമായിക്കോട്ടെ, സാമ്പത്തിക അവസ്ഥയുടെ ആയിക്കോട്ടെ, വലിയ ജോലി പഠന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിക്കോട്ടെ, അത്തരം സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റങ്ങളിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് അവിടെ അതിനെ അതിജീവിക്കാനാവാതെ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ഈ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വന്ന് ഒരു കലാലയത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ സ്വപ്നങ്ങളെയൊക്കെ മടക്കി വെച്ചുകൊണ്ട് ഭൂമിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നതല്ല, നമുക്കതാർക്കും അംഗീകരിക്കാൻ പോലും കഴിയുന്നതല്ല. ഇതൊക്കെ ഒരു വൈകാരിക സൈഡായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഇത് തുടർക്കഥയാകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ കണക്കുകളൊക്കെ പരിശോധിച്ചാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2023 13,892 വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 10% വലിയ ശതമാനത്തിൻ്റെ വർധന ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് അതിൽ മനസ്സിലാവുന്നത്. ഇതിൽ തന്നെ എത്ര പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോലും അതിൽ കൃത്യമായ കണക്കുകളില്ല. അതിൽ ഈ പറയുന്നത് പോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ ആശ്രയിക്കുവാൻ തന്നെയാണ് അവർ പോലും പറയുന്നത്. ജോൺ ബ്രിട്ടാസ് MP എല്ലാം അത്തരം കണക്കുകൾ തരംതിരിച്ച് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോനെ ആശ്രയിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊന്നും നോ റെക്കോർഡ്സ് എന്ന നിലയിലാണുള്ളത്. അപ്പോൾ ഇത് വലിയ ആശങ്കയാണല്ലോ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്വാശ്രയ കോളേജുകൾ എങ്ങനെയാണ് ഒരു രാവണൻ കോട്ടയായി മാറുന്നത്? ഇതാണ് എൻ്റെ പ്രാഥമികമായ ചോദ്യം. അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ സർവകലാശാലകളും ഇത്തരം സ്വാശ്രയ കോളേജും തമ്മിലുള്ള അകലം ഇതെങ്ങനെയാണ് ഇത്രയധികം വരുന്നത്? ഈ സർവകലാശാലകൾക്ക് ഇത്തരം കോളേജുകളിലുള്ള പിടി നഷ്ടമാകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത്രയധികം ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ വരുന്ന ഒരവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു 3-4 പോയിന്റുകൾ നമുക്ക് പല വായനകളിൽ നിന്നായി കിട്ടും. അതിലൊന്ന്, ഇവിടെയുള്ള സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലൊന്ന്. മറ്റൊന്ന്, ഈ കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകുക എന്നല്ലാതെ മറ്റൊന്നും സർവകലാശാലകളുടെ ഉത്തരവാദിത്തമായി വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ഇതിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ ഇവിടെയുള്ള പരീക്ഷയും സർട്ടിഫിക്കറ്റും വിതരണവും മാത്രം സർവകലാശാലകൾ നടത്തുമെന്നുള്ളതാണ് മൂന്നാമതായി കാണാൻ പറ്റുന്നത്. ഇതൊഴിച്ച് ഒരു കോളേജിൽ പ്രവർത്തിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അത് അനുരൂപനും അറിയാമല്ലോ. SC/ST സെല്ലുകൾ, ആൻറ്റി റാഗിംഗ് സെല്ല്, അധ്യാപക പരാതി പരിഹാര സെൽ, ഇതൊന്നും സ്വാശ്രയ കോളേജുകളിൽ ചില കോളേജുകളിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ടാവാം. പക്ഷെ ചിലയിടത്ത് അത് നടക്കുന്നില്ല. അത് ഉറപ്പിക്കാൻ ഉള്ള സംവിധാനവും നിലവിൽ ഇല്ല. അത്തരം ഉത്തരവാദിത്തങ്ങളും നിലവിൽ ഈ സർവകലാശാലകൾ എടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതല്ല, അഞ്ചാമതുള്ള ഞാൻ വളരെ നിർണായകമായി കാണുന്ന മറ്റൊരു പോയിന്റ് എന്നുള്ളത്, വിദ്യാർത്ഥി യൂണിയനുകൾക്ക് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഈ സ്വാശ്രയ കോളേജുകളിൽ ഇല്ലാതെ വരുന്നത് ഇത്തരം മരണങ്ങളിലേക്ക് കൂടുതൽ അതിനുള്ള ആക്കം കൂട്ടുന്നു എന്നുള്ളത് ഞാൻ വളരെ നിർണായകമായി പരിഗണിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അനുരൂപനും ചിലപ്പോൾ അങ്ങനെ തോന്നിയിരിക്കാം. കാരണം ഞാൻ ഇതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റുകളുടെ ഇത്തരം കടുംപിടുത്തങ്ങളുടെ ഭാഗമായി നടത്തിയ ചില അന്വേഷണങ്ങളിൽ 2019 സെപ്റ്റംബർ 9 ഒരു പത്രക്കട്ടിങ് കിട്ടിയിട്ടുണ്ട്. അതിൽ സ്വാശ്രയ കോളേജിലെ സംഘടനാ വിലക്ക് മാറും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സബ് ഹെഡിങ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി വന്ന നിർദ്ദേശങ്ങളിലൊന്ന് ഞാൻ അറിവിലേക്കായി വായിക്കുകയാണ്. അതിൽ വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ സംസ്ഥാന തലത്തിൽ അതോറിറ്റി ഉണ്ടാകും. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി, വിരമിച്ച VC, പ്രാഗൽഭ്യമുള്ള പൊതുപ്രവർത്തകർ എന്നിവരാകും ഇതിലെ അംഗങ്ങൾ. ഇനി ഈ അംഗങ്ങളെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഇവരെ നിശ്ചയിക്കുക. അതായത് ഇതിൻ്റെ ഒരു ഉപകാരം എന്നുള്ളത് അധികാര സ്ഥാനത്തുള്ളവർക്കെതിരായ പരാതി ഈ അതോറിറ്റിക്കാണ് വിദ്യാർത്ഥികൾ നൽകേണ്ടത്. ഇത് അന്ന് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ ഈ ഫയലൊക്കെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസായി ഇറക്കും എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു അന്ന് വന്നിരുന്നത്. പക്ഷേ ഇതൊരു ചരമവാർത്ത പോലെ കൂട്ടിയാൽ മതി. നിലവിൽ ഇതിനുശേഷം ഒരു നീക്കുപോക്കും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വന്നിരുന്നെങ്കിൽ എന്തു നന്നായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ അവരാണല്ലോ ഈ കുട്ടികളെ മാനസികമായും അല്ലാതെയും ഒക്കെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെയുള്ള പരാതി, ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പല വിദ്യാർത്ഥികളും അവർ ഈ അധ്യാപകൻ റാം എന്ന അധ്യാപകനെതിരെ പല തവണ പല വിധത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കൊടുത്തിരുന്നു പല ആളുകൾക്കും. പക്ഷേ അതിലൊന്നും ഒരു
നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് തുടർന്നു വരികയില്ലായിരുന്നു. ഇപ്പോഴും അയാൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. നിതിന് ജീവൻ നഷ്ടമാവുകയും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇത്തരമൊരു അതോറിറ്റി വന്നിരുന്നുവെങ്കിൽ എന്ത് നന്നായേനെ എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ആയിരുന്നു ഇതിനൊരു തടസ്സം? ഈ സ്വാശ്രയ നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുവാൻ വേണ്ടി എവിടെയായിരുന്നു ഇതിനൊരു തടസ്സം? ഒപ്പം ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് കേസ് അന്വേഷണവും കാര്യങ്ങളും ഈ കാര്യത്തിൽ പോകുന്നത്? കുടുംബം അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. അനിരു, എങ്ങനെയാണ് ഈ സംഭവങ്ങളെ, ഇത്രയും ദിവസത്തെ 6 ദിവസത്തെ സംഭവ വികാസങ്ങളെ വായിച്ചെടുക്കുന്നത്? ശ്യാമിലി, നമ്മൾ ഇത്രയും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. 1888 ഒരു ശിവരാത്രി ദിവസം, അന്നാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ശില ഉയർത്തി കാണിക്കുന്നത്. അന്ന് ആ ശില ചോദ്യം ചെയ്തത് കേരളത്തിൻ്റെ ജാതി മനസ്സുകളെ തന്നെയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറം വരുമ്പോഴും അതേ മണ്ണിൽ ഒരു ആഹാരത്തിനായി കൈകാണിച്ച മധുവുണ്ട് അട്ടപ്പാടിയിലെ. അതുപോലെ തന്നെ നീതുവിനെ പ്രണയിച്ച കെവിനുണ്ട്. ഇപ്പോഴിതാ ഒരു ഡോക്ടറാകാൻ സ്വപ്നം കാണിച്ച നിതിൻ രാജും നമുക്ക് മുന്നിൽ ഈ ജാതി വെറിയുടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ പറയുന്ന മതനിരപേക്ഷത കേരളം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നിതിൻ രാജിൻ്റെ ഈ ഒരു മരണത്തിൽ കേരളം തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ക്യാമ്പസുകളിലെ പലപ്പോഴും ഈ പറയുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ നിതിൻ രാജിൻ്റെ സംഭവം എടുത്താൽ തന്നെ 10-ാം തീയതിയാണ് ഈ ഒരു നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിലും അത് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് വരുന്നത് ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ആരോപണം വരുമ്പോഴാണ്. അത് ജാതിപരമായി ആ കുട്ടിയെ അധിക്ഷേപിച്ചിരുന്നു, സാമ്പത്തികമായി അധിക്ഷേപിച്ചിരുന്നു, നിറത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ അധിക്ഷേപിച്ചിരുന്നു എന്ന് ഒരു കുടുംബം പറയുമ്പോഴാണ് ആ വിവരം മാധ്യമങ്ങളടക്കം നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ഈ നിതിൻ പലപ്പോഴും അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല എങ്കിലും തൻ്റെ സഹോദരിമാരോട് താൻ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് അവൻ തൻ്റെ സഹോദരിമാരോട് പറഞ്ഞിരുന്നു. ആ കോളേജുകളിലെ അല്ലെങ്കിൽ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കറിയാമായിരുന്നു. എന്തുകൊണ്ട് അവർ പരാതിപ്പെടാൻ ധൈര്യം വന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തുകൊണ്ട് അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ടായില്ല സമൂഹത്തോട് പറയാൻ, അല്ലെങ്കിൽ തൻ്റെ രക്ഷിതാവിനോട് പറയാൻ, അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ഭരണം നിൽക്കുന്ന ഒരു സർക്കാരിന് മുന്നിലെങ്കിലും അത് പറയാൻ, അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് മുന്നിലെങ്കിലും ഒരു പരാതിയായി നൽകാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ശ്യാമിലി പറഞ്ഞതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവശ്യകത വരുന്നത്, അല്ലേ? ഈ പറയുന്ന സ്വാശ്രയ കോളേജുകളിലടക്കം വിദ്യാർത്ഥി ഒരു യൂണിയൻ, അത് SFI ആകട്ടെ, KSU ആകട്ടെ, ABVP ആകട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഒരു തരത്തിൽ ഈ പറയുന്ന അധ്യാപകരൊന്നും ഒരു വിദ്യാർത്ഥിയെയും ഇത്തരത്തിൽ ആക്ഷേപിക്കുമെന്ന് കരുതുന്നില്ല. ഇവിടെ പലതരത്തിൽ ഇപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ കേസിലായാലും അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വിഷയമായാലും, പക്ഷേ പറയുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ കുറ്റക്കാരെന്ന് പറയുന്നത് അധ്യാപകർ തന്നെയാണ്. ഒരു അധ്യാപകൻ പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിൻ്റെ കൈയും കാലും കാണില്ല, നിന്നെ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിലേക്ക് കെട്ടി അയക്കുമെന്നൊരു ഗുണ്ടയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് ഒരു അനാട്ടമിയുടെ തലവനായ അധ്യാപകൻ പറയുന്നത്. ഇതേ അധ്യാപകർ കീഴിലുള്ള അധ്യാപകർ ആ വാക്കുകളെ ന്യായീകരിച്ചുകൊണ്ട് പണിയെടുക്കുകയാണ്. ഈ പറയുന്ന റാമിനെതിരെ പെൺകുട്ടികളടക്കം പരാതികൾ നൽകുകയും പെൺകുട്ടികളടക്കം ശാരീരിക ഉപദ്രവം ചെയ്തതിനാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇതേ അധ്യാപകനെ തന്നെ പിന്നീട് കോളേജ് മാനേജ്മെൻറ്റ് അതേ വിഭാഗത്തിൽ ഇതേ പരാതിക്കാരായ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരാണ് അധികാരി, അല്ലെങ്കിൽ ആരാണ് പവർഫുൾ എന്നുള്ള ഒരു ചോദ്യം വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് 20 മാർക്ക് ആയിക്കോട്ടെ, 30 മാർക്ക് ആയിക്കോട്ടെ, ഈ പറയുന്ന കേരള സിലബസിലടക്കം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ആ ഇൻറ്റേർണൽ മാർക്കിനും പ്രസക്തിയുണ്ട്. അവനൊരു ജോലിക്കായാലും തൊഴിലിനായാലും ഒക്കെ തന്നെ ഈ ഇൻറ്റേർണൽ മാർക്ക് വളരെ പ്രസക്തവുമാണ്. അപ്പോൾ ആ ഇൻറ്റേർണൽ മാർക്ക് കയ്യിലിരിക്കുന്നത് അധ്യാപകനാണ്. ആ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് മോശമായിട്ട്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ എത്ര മാർക്ക് വേണോ കുറയ്ക്കാനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ടാണ് നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞേരെ 3 മാർക്ക് കുറച്ചിട്ടുണ്ട് എന്ന് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് മന്ത്രി ശിവൻകുട്ടി അടക്കം പറയുന്നത് അങ്ങനെ ഇൻറ്റേർണൽ മാർക്കിലടക്കം ഒരു നിയമം കൊണ്ടുവരും
അത് നിയന്ത്രിക്കാൻ കൊണ്ടുവരും. പക്ഷേ ഈ പറച്ചിലുകളല്ലാതെ അത് നിയമമായി മാറാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് നിതിൻ രാജിൻ്റെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നിപ്പോൾ കുടുംബം ആവർത്തിക്കുന്നത് അധ്യാപകൻ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ മോശമായി സംസാരിച്ചു. ഇത് നിതിൻ രാജിന് മാത്രമല്ല. ഇന്നിപ്പോൾ നിതിൻ രാജ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കോളേജിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥിനിയുടെ ഒരു മരണവാർത്ത നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടി വരുമായിരുന്നു. കാരണം ആ കുട്ടികൾ നിതിൻ രാജിൻ്റെ മരണത്തോടു കൂടിയാണ് ആ കോളേജിൽ, അഞ്ചരക്കണ്ടി കോളേജിൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് മാധ്യമലോകവും അല്ലെങ്കിൽ പുറം ലോകവും അറിയാൻ കഴിഞ്ഞത്. ഒരു പെൺകുട്ടിയെ കൊണ്ട്, അവൾ പഠിക്കാൻ മോശമാണെന്നിരിക്കട്ടെ, ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു ആൺകുട്ടിയുടെ കവളത്തടിപ്പിക്കുക, അല്ലെങ്കിൽ ആൺകുട്ടി മോശമാണെങ്കിൽ പെൺകുട്ടിയെ കൊണ്ട് അടിപ്പിക്കുക, അവരെ ജാതി അധിക്ഷേപം ചെയ്യുക, മോശം പേരുകൾ വിളിപ്പിക്കുക. എന്ത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആ കോളേജിൽ നൽകുന്നതെന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. ഇത്തരം കോളേജുകൾക്ക് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെന്നുണ്ട്. ഈ പറയുന്ന കോളേജുകളുടെ എങ്ങനെയാണ് മൂല്യം അളക്കുന്നതെന്നുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോളേജുകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇത്തരം പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ച ഒരു അധ്യാപകനെ വീണ്ടും അതേ കോളേജിൽ അതേ വകുപ്പിൽ നിയമിക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ പറയുന്ന അവിടെ ഇരവാദം എന്നുള്ളതിൽ അത് പെൺകുട്ടികളാണ് പരാതി നൽകുന്നത്. അപ്പോൾ താനാണ് പവർഫുൾ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി റാമിനെ ആ ഒരു വിഭാഗത്തിൽ തന്നെ വീണ്ടും നിയമിക്കുമ്പോൾ അവിടെ കുറ്റക്കാരനാകുന്നത് പ്രിൻസിപ്പളാണ്. ഇന്നിപ്പോൾ ഈ പറയുന്ന നിതിൻ രാജിൻ്റെ കുടുംബവും ആരോപിക്കുന്നത് അതാണ്. അതായത് ഈ പറയുന്ന ജാതി അധിക്ഷേപങ്ങളായാലും തനിക്കെതിരെയുള്ള മറ്റ് എന്ത് ആരോപണങ്ങളായാലും അതിനെയൊക്കെ നേരിടാൻ നിതിൻ രാജ് തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിതിൻ രാജ് പറയുന്നത്, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ ഇവിടെ നിന്ന് ഒരു ഡോക്ടറായിട്ട് മാത്രമേ പഠിച്ചിറങ്ങൂ എന്നുള്ളത്. പക്ഷേ അവിടെയാണ് ഒരു ചോദ്യചിഹ്നം. ഈ പറയുന്ന ജാതി നേരിടാൻ തയ്യാറായ, ജാതി വിമർശനങ്ങളെ നേരിടാൻ തയ്യാറായ നിതിന് ആ 10-ാം തീയതി 11 മണിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് കുടുംബവും പറയുന്നത് പോലെ, അല്ലെങ്കിൽ പോലീസും കോളേജ് അധികൃതരും പറയുന്നത് ലോൺ ആപ്പാണ് ഇപ്പോൾ നിതിൻ രാജിൻ്റെ ഒരു ആത്മഹത്യയ്ക്ക് കാരണമെന്നുള്ളതാണ്. അതായത് ആ ആരോപണത്തെ കുടുംബം ഇപ്പോൾ പൂർണ്ണമായും തള്ളുന്നുണ്ട്. DGPക്ക് കൊടുത്ത പരാതിയിലും ഗവർണർക്ക് കൊടുക്കുന്ന പരാതിയിലും ഈ ലോൺ ആപ്പ് ആകരുത് പ്രധാന മരണകാരണം എന്നുള്ള അന്വേഷണത്തിൽ നിൽക്കരുതെന്ന് കുടുംബം പറയുന്നുണ്ടെങ്കിലും പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണം എത്തി നിൽക്കുന്നത് ലോൺ ആപ്പിൽ തന്നെയാണ്. അതായത് ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ആപ്പ് വഴി. അതായത് പോലീസിൻ്റെ ഇപ്പോൾ പറയുന്ന കണ്ടെത്തൽ പ്രകാരം 9-ാം തീയതി നിതിന് ഏകദേശം 98 കോളുകളോളം ഈ ഇൻസ്റ്റാ പേ ആപ്പിൽ നിന്ന് വരുന്നുണ്ട്. ഈ നിതിൻ ആവശ്യപ്പെട്ടത് 20,000 രൂപയാണെങ്കിലും 13,500 രൂപയോളമാണ് ഈ ഓൺലൈൻ ആപ്പ് വഴി നിതിൻ രാജിന് ലഭിക്കുന്നത്. അത് 20,000 രൂപയാക്കി തിരികെ അടയ്ക്കണമെന്നുള്ള ഒരു നിബന്ധനയുണ്ടായിരുന്നു. ഈ ലോൺ എടുക്കുമ്പോൾ കൃത്യമായിട്ട് 3 പേരുകൾ റെഫറൻസ് പേരുകളായിട്ട് വയ്ക്കുക. അന്ന് നിതിൻ വെച്ചിരുന്നത് സഹോദരിമാരുടെയും അച്ഛൻ്റെയും പേരായിരുന്നു. എന്നാൽ ഈ പറയുന്ന ലോൺ ആപ്പുകൾ ആ ഒരു ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് കടന്നു കയറുകയും നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് എടുക്കുന്നു, നമ്മുടെ കോൺടാക്റ്റുകൾ എടുക്കുന്നു. അത്തരത്തിൽ നിതിൻ്റെ കോൺടാക്റ്റുകൾ ഇവർ കൈവശപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇവർ ഈ പണം അടയ്ക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തിയപ്പോൾ നിതിൻ്റെ ഫോണിന് ഹാക്ക് ചെയ്ത്, നിതിൻ്റെ അമ്മയുടെ പേര് ലത എന്നാണ്. പക്ഷേ നിതിൻ ആ കോളേജിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അധ്യാപകൻ റാമിൻ്റെയും ഈ പറയുന്ന സംഗീതയുടെയും ഒക്കെ പരാതികൾ തന്നോട് ഏറെ ഇഷ്ടമുള്ള, തന്നോട് ഏറ്റവും അടുപ്പമുള്ള അധ്യാപികയായ ലത ശശിധരനോടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ലോൺ ആപ്പുകാർ അമ്മ എന്ന് കരുതി, ലത എന്ന് കരുതി ഈ അധ്യാപികയുടെ ലത ശശിധരൻ്റെ വിവരങ്ങളും കൂടെ ശേഖരിച്ച് ലതാ ശശിധരനെ നിരന്തരമായി ബന്ധപ്പെടുകയും അവർക്ക് നിതിൻ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പണം പിടിക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഏപ്രിൽ 9-ാം തീയതി നിതിന് ഏകദേശം 98 കോളുകൾ ലോൺ ആപ്പിൽ നിന്ന് പോവുകയും 9 വാട്സപ്പ് സന്ദേശങ്ങൾ എത്തുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന അധ്യാപികയായ ലതാ ശശിധരന് 8ഓളം മെസ്സേജുകൾ വരികയും 26ഓളം കോളുകൾ വരികയും ചെയ്തു. ആ സമയത്ത് തന്നെ ലത ഈ പറയുന്ന നിതിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷം തുടർച്ചയായിട്ട് വീണ്ടും ആപ്പുകാർ തന്നെ ബന്ധപ്പെട്ടതോടുകൂടിയാണ് ലത പരാതിയുമായി 10-ാം തീയതി 11 മണിക്ക് ശേഷം പ്രിൻസിപ്പാളിനെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കുന്നത്. ഇതോടുകൂടി പ്രിൻസിപ്പൽ വിനോദ് നിതിൻ രാജിനെ ഈ ഓഫീസിലേക്ക് വിളിക്കുകയും പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളാണ് നിതിൻ രാജിനെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ കുടുംബം പറയുന്നത് ഈ 10-ാം തീയതി അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ദൃശ്യങ്ങൾ പുറത്തുവിടണം. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം അറിയണം, എന്താണ് സംസാരിച്ചതെന്നുള്ള അറിയണം, ആ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയണം. കാരണം നിതിനെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചെങ്കിലും, നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചെങ്കിലും, ക്ലാസ് റൂമിൽ തൻ്റെ സഹപാഠികൾക്കൊപ്പം ഇരുത്തി റാമടക്കമുള്ള അധ്യാപകർ അധിക്ഷേപിച്ചെങ്കിലും തകരാത്ത നിതിൻ
എങ്ങനെ ആ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് മുറിക്കുള്ളിൽ തകർന്നു ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോയി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ചോദ്യം. 11 മണിക്ക് വിളിക്കുമ്പോഴും നിതിൻ ഈ പറയുന്ന ലോൺ ആപ്പുകാർ തന്നെ ബന്ധപ്പെട്ടൊന്നും അവർ ഭീഷണി മുഴക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെ ആ ഒരു മണിക്കൂറുകൾക്കിടയിൽ ആ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വെച്ച് നിതിൻ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് നിതിൻ കരഞ്ഞുകൊണ്ട് ലിഫ്റ്റിലേറി മുകളിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതെ അതെ, ആ രണ്ട് ശബ്ദ സന്ദേശങ്ങൾ അനുരു, അതെ ആ രണ്ട് നിതിൻ്റെതായി പുറത്തു വന്ന രണ്ട് ശബ്ദ സന്ദേശങ്ങൾ കാണുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും. കാരണം ഇത്രയധികം കൊടിയ പുഴുത്ത പട്ടി, പേപ്പട്ടി തുടങ്ങി ഏതൊക്കെ രീതിയിൽ ഒരാളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുവാൻ കഴിയുമോ അത്രയൊക്കെ ആ കുട്ടി അവിടെ വിധേയനായിട്ട് പോലും തകരാത്ത ഒരു ആത്മബലം ആ കുട്ടിക്കുണ്ടായിരുന്നതായി നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിലൊക്കെ നമുക്കത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അനുരു പറഞ്ഞ ആ കാര്യം വളരെ പ്രസക്തമാണ്. കാരണം എന്ത് സംഭവിച്ചു, ഇത്രയധികം പിടിച്ചു നിന്ന ആരെതിർത്താലും ഞാൻ ഡോക്ടറായിട്ടേ മടങ്ങൂ എന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു കുട്ടിയെ അന്ന് സ്റ്റാഫ് റൂമിൽ, ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ എന്ത് സംഭവിച്ചു, എന്ത് പറഞ്ഞാണ്, ഏത് വാക്കുകളാണ് അവനെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്, അതാരായിരുന്നു എന്നുള്ളത്, അത്തരം ആവശ്യങ്ങളൊക്കെ ശരിക്കും ന്യായം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്, തുടർന്ന് വന്ന നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ, ഒരു 23 വയസ്സുള്ള കുട്ടി, അവിടെ നിരന്തരം ടാർഗറ്റഡ് ആയിരുന്നു. അയാളെ കൃത്യമായി വ്യക്തിയധിക്ഷേപം നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തളരാതെ അത്രയധികം ആത്മബലത്തോടു കൂടി ആ കുട്ടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പഠിച്ച് വളരാനുള്ള, പഠിച്ച് മുന്നേറാനുള്ള അവൻ്റെ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു. കാരണം അവൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെല്ലാം തൃണവൽക്കരിച്ച് തരണം ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് 4 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ സീറ്റ് ലഭിച്ചത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ലഭിച്ച വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ അത്രയേറെ നിശ്ചയദാർഢ്യമുള്ള ഒരു കുട്ടി, അവന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, ആ മുറിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ അവനെ അറിയുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് അനുരു പറയുന്നത് അത് ശരി തന്നെയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, ആ കുടുംബം നിലവിൽ ഉന്നയിക്കുന്ന, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കൂടി ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം നിലവിൽ ഇവിടെയുള്ളവർക്കുണ്ട്, ഈ സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. അതിലൊരു ലോൺ ആപ്പിലേക്ക് മാത്രം ചുരുക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യേണ്ട ഒരു കാര്യമോ ഈ ഘട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനു മുമ്പൊക്കെ ഇത്രയധികം ഒരു കുട്ടിയും ഒരാളും ഒരു മനുഷ്യനായി പിറന്ന ആരും അർഹിക്കാത്ത വിധം അവരൊന്നും ആഗ്രഹിക്കാനോ അർഹിക്കാനോ ആരും അങ്ങനെ വിധേയപ്പെടരുതേ എന്ന് നമ്മുടെ ഈ പുരോഗമന സമൂഹത്തിലിരുന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യത്തിന് ആ കുട്ടി അത്രയധികം നിന്ദ്യമായ രീതിയിൽ അവൻ വിധേയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നിട്ട് അവൻ ഇങ്ങനെയൊന്ന് കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ അന്വേഷണ സംഘത്തിനും പോലീസിനും ഇവിടെയുള്ള സിസ്റ്റത്തിനും ഒക്കെ ഉണ്ട്. തീർച്ചയായും അനുരു, വളരെ നന്ദി നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ചതിന്. എന്തായാലും രജനി എസ് ആനന്ദ് ഒരിക്കലും മറക്കാത്ത ആ പേര് മലയാളി മനസ്സിനെ കാലവും നീർന്ന ഓർമ്മയാണ്. 2004 ജൂലൈ 22 തിരുവനന്തപുരത്തെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയ സംഭവം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല. മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇനിയൊരു കുട്ടിക്കും തൻ്റെ അവസ്ഥ ഉണ്ടാകരുതെന്ന് ഒരുപക്ഷെ രജനി എസ് ആനന്ദ് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കാം രജനി സംസ്ഥാന പ്രവേശന പരീക്ഷാ കൺട്രോളറുടെ ഓഫീസ് തന്നെ ജീവനൊടുക്കാൻ തിരഞ്ഞെടുത്തതും. പക്ഷേ 2024 നിന്ന് 2026 എത്തി നിൽക്കുമ്പോഴും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ ഒട്ടുമേ സുരക്ഷിതരല്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ജാതീയമായ ജീർണതയെ തുറന്നു കാണിക്കുന്നതായിരുന്നു നിതിൻ രാജിൻ്റെ മരണമെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഡോക്ടറാകണമെന്നോ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജീവനൊടുക്കേണ്ടി വരുന്നത് കേവലം വ്യക്തിപരമായ പരാജയമല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ പരാജയമാണ്. സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തന രീതിയും വിദ്യാർത്ഥി സുരക്ഷയും ചോദ്യമുനയിൽ നിർത്തുകയാണ് നിതിൻ രാജിൻ്റെ മരണം. സർവകലാശാല നിയമങ്ങൾ നോക്കുകുത്തിയാക്കി മാനേജ്മെന്റുകൾ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നിലെന്ന് ആക്ഷേപങ്ങളും നിലവിൽ ശക്തമാണ്. ഒരുപക്ഷേ 2021 സർക്കാർ കൊണ്ടുവന്ന സ്വാശ്രയ നിയമം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരം വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു.